നമ്മൾ മലയാളികൾക്ക് അച്ചാറുകളോട് ഒരു പ്രത്യേക പ്രിയം തന്നെയായിരിക്കും അല്ലേ? അച്ചാർ ഇഷ്ടമില്ലാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് അച്ചാർ കൂട്ടി ചോറുണ്ണാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അല്ലേ? അപ്പോൾ അതൊരു നോൺ വെജ് അച്ചാറും കൂടി ആയാലോ? അടിപൊളിയാവും. സംഭവം ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഒന്നുമില്ല, കേരമീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കേരമീൻ വെച്ച് അച്ചാർ ഉണ്ടാക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ്. മത്തി നത്തോലിയൊക്കെ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കും. പക്ഷേ ഈ മീൻ വെച്ച് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ഇനി മീൻ വാങ്ങുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒന്നുമില്ല, ഈ മീൻ ചെറിയ കഷ്ണങ്ങളാക്കി അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നല്ലെണ്ണയിൽ നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കുക. നമ്മൾ ഗൾഫിലോട്ടൊക്കെ അയച്ചു കൊടുക്കാനാണ്, അല്ലെങ്കിൽ കുറേ നാൾ വെക്കണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കുക. നിങ്ങൾക്ക് കുറച്ച് ഒരുപാട് മൂത്ത് കിട്ടുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സോഫ്റ്റായിട്ട് വറുത്തെടുക്കുക. പക്ഷേ അച്ചാറുകൾക്ക് എപ്പോഴും നന്നായി വറുത്തെടുക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് ആ എണ്ണയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി അരച്ചതും ചേർത്ത് നന്നായിട്ട് അങ്ങ് മൂപ്പിക്കുക. അതിലോട്ട് കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിക്കുക. അതിലോട്ട് വിനാഗിരിയും കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച മീനും അതിലോട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക. വിനീഗറൊക്കെ നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കുക. അങ്ങനെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.